Hello friends, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ Arduinoയും Raspberry Piയും വെച്ചിട്ട് ഇമേജ് പ്രോസസ്സിംഗ് പ്രോജക്ട്സ് ലൈക്ക് ഒബ്ജക്റ്റ് ട്രാക്കിംഗ്, ഫേസ് ഡിറ്റക്ഷൻ, ഫേസ് റെക്കഗ്നിഷൻ, അതുപോലെ ലൈൻ ട്രാക്കിംഗ് ഇതുപോലുള്ള പ്രോജക്ട്സ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ മൊഡ്യൂളിനെ പറ്റി നമ്മൾ സംസാരിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ട്രാക്കിംഗ് റോബോട്ട് ഉണ്ടാക്കുമെന്ന്. നമ്മൾ ഈ വീഡിയോയിൽ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു റോബോട്ട് കണ്ടില്ലേ, ഇത് ഒരു ഒബ്ജക്റ്റ് ട്രാക്കിംഗ് റോബോട്ടാണ്. ഈ റോബോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുന്നിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇതിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റോബോട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഫുള്ളി ഓട്ടോണോമസ് റോബോട്ടാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കായി മുന്നിലുള്ള ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്ത് അതിനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു സിമ്പിൾ റോബോട്ട് നിങ്ങൾക്ക് എങ്ങനെ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ നിങ്ങളോട് പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഗിവ് വേ കോമ്പറ്റീഷൻ ഓഗസ്റ്റ് മാസം ഉണ്ടായിരിക്കുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. നമ്മൾ എല്ലാ ആഴ്ചയും ഇതുപോലെ വീഡിയോ ട്യൂട്ടോറിയൽസും പ്രോജക്ട്സും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആദ്യം നിങ്ങൾക്ക് നമ്മുടെ ഈ റോബോട്ടിൻ്റെ ചെറിയൊരു സമ്മറി ഞാൻ പറഞ്ഞുതരാം. ഈ റോബോട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ട്രാക്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ ക്യാമറ മൊഡ്യൂളിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ലോക്ക് ചെയ്യുന്നു. ലോക്ക് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് ക്യാമറ ഫ്രെയിമിൻ്റെ എവിടെയാണെന്നുള്ള ഡേറ്റ, ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ മുകളിലാണോ താഴെയാണോ എന്നുള്ള ഡേറ്റയും അതുപോലെ തന്നെ ഈ ഒരു ഒബ്ജക്റ്റ് എത്രത്തോളം വലുതാണെന്നുള്ള ഡേറ്റയും HuskyLens Arduinoയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ Arduino അതിനെ പ്രോസസ് ചെയ്തിട്ട് നമ്മുടെ റോബോട്ടിലെ മോട്ടോഴ്സ് ഡ്രൈവ് ചെയ്ത് നമ്മുടെ റോബോട്ടിനെ ഓടിക്കുന്നു. റോബോട്ടിനെ ഓടിക്കുന്ന ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒബ്ജക്റ്റ് ക്യാമറ ഫ്രെയിമിൻ്റെ ലെഫ്റ്റിലോട്ടാണെങ്കിൽ നമ്മുടെ റോബോട്ടിനെ ലെഫ്റ്റിലോട്ട് തിരിക്കാനുള്ള കോഡ് റണ്ണാവുന്നു. അതുപോലെ നമ്മുടെ ഒബ്ജക്റ്റ് ക്യാമറ ഫ്രെയിമിൻ്റെ റൈറ്റിലോട്ടാണെങ്കിൽ റോബോട്ടിനെ റൈറ്റിലേക്ക് തിരിക്കാനുള്ള കോഡ് റണ്ണാകുന്നു. അതുപോലെ നമ്മുടെ ഈ ഒബ്ജക്റ്റ് ക്യാമറയിൽ നിന്ന് ദൂരോട്ട് പോകുന്തോറും ഫ്രെയിമിനകത്ത് ആ ഒബ്ജക്റ്റിൻ്റെ സൈസ് കുറഞ്ഞു വരും അല്ലേ? അതുപോലെ ഒബ്ജക്റ്റ് ക്യാമറയുടെ അടുത്തോട്ട് വരുന്തോറും ക്യാമറ ഫ്രെയിമിനകത്ത് ആ ഒബ്ജക്റ്റിൻ്റെ സൈസ് വലുതായി വരും. അപ്പോൾ നമ്മുടെ ഈ ഒബ്ജക്റ്റ് ദൂരോട്ട് പോകുന്തോറും സൈസ് ചെറുതാവുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ റോബോട്ടിനെ ഫ്രണ്ടിലോട്ട് ഓടിക്കാനും അതുപോലെ ഒബ്ജക്റ്റ് അടുത്തോട്ട് വരുമ്പോൾ സൈസ് വലുതാവുന്നതിനനുസരിച്ചിട്ട് റോബോട്ടിനെ ബാക്കിലോട്ട് ഓടിക്കാനുമുള്ള കമാൻഡ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ഒബ്ജക്റ്റ് ട്രാക്കിംഗ് റോബോട്ട് വർക്കാവുന്നത്. ഇനി റോബോട്ട് ഷാസിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇത് ട്രാക്സ് ആണ്. നമ്മുടെ സാധാരണ റോബോട്ടിലുള്ള പോലെ ടയേർഡ് വീൽസ് അല്ല, ട്രാക്ഡ് വീൽസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ട്രാക്ക് സാധാരണ യൂസ് ചെയ്യുന്നത് റഫ് ടെറൈനിലൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, മെയിനായിട്ട് 2 മോട്ടോഴ്സാണുള്ളത്. ഈ 2 മോട്ടോഴ്സാണ് ഈ 2 ട്രാക്കിനെയും പവർ ചെയ്യുന്നത്. ഈ 2 മോട്ടോറിനെയും ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു L293 3D മോട്ടോർ ഡ്രൈവർ IC വെച്ചിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഒന്ന് നോക്കാം. സർക്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മെയിനായിട്ട് 3 കമ്പോണൻസ് ആണുള്ളത്. 1 HuskyLens, 2 Arduino Nano, 3 L293 3D മോട്ടോർ ഡ്രൈവർ IC. ഈ ഒരു പ്രോജക്റ്റിന് നിങ്ങൾക്ക് ഏത് Arduino ബോർഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതുപോലെ ഏത് മോട്ടോർ ഡ്രൈവർ IC വേണമെങ്കിലും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അതുപോലെ ഞാനിപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബ്രെഡ് ബോർഡിലാണ്. പക്ഷേ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് PCB ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എല്ലാ കണക്ഷൻസും ഇൻറ്റേർണലി ഉള്ളതുകൊണ്ട് നമ്മുടെ റോബോട്ട് എപ്പോഴും നല്ല വൃത്തിയായിട്ടിരിക്കും. ബാക്കി സർക്യൂട്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ Arduinoയുടെ ഡിജിറ്റൽ പിൻസായ 2, 3, 4, 7 നമ്മുടെ L293 3D മോട്ടോർ ഡ്രൈവർ ICയുടെ മോട്ടോർ 1ൻ്റെ ഇൻപുട്ട് 1ലും ഇൻപുട്ട് 2ലും അതുപോലെ മോട്ടോർ 2ൻ്റെ ഇൻപുട്ട് 1ലും ഇൻപുട്ട് 2ലേക്കും കണക്ട് ചെയ്യുന്നു. പിന്നെ നമ്മുടെ Arduinoയുടെ പിൻ നമ്പർ 10ലും 11ലും നമ്മുടെ HuskyLensൻ്റെ TXും RXും കണക്ട് ചെയ്യുന്നു. ഇത്രയുള്ള സർക്യൂട്ട്. നിങ്ങൾക്ക് ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത റോബോട്ടിക്സ് ഫോർ ബിഗിനേഴ്സ് വീഡിയോ സീരീസിലെ വീഡിയോസ് കാണുക. അതിനകത്ത് നമ്മൾ റോബോട്ടിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ റോബോട്ടിൻ്റെ ഫ്രെയിം അതുപോലെ മോട്ടോഴ്സ് അതിൻ്റെ സെൻസേഴ്സ് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനെല്ലാം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണാൻ മറക്കണ്ട. അപ്പോൾ ബേസിക്കലി ഇതാണ് നമ്മുടെ സർക്യൂട്ട്. ഈ ഒരു സർക്യൂട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ബോർഡിലും ചെയ്യാം, PCBയിലും ചെയ്യാം. നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഇപ്പോൾ PCB ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര പാടുള്ള കാര്യമല്ല. PCBയിൽ പ്രോജക്റ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആദ്യം ഈ ബ്രെഡ് ബോർഡിനകത്ത് ചെയ്ത് നോക്കിയിട്ട് അത് വർക്ക് ആവുകയാണെങ്കിൽ മാത്രം നമ്മളത് PCBയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഞാൻ സാധാരണയായിട്ട് നമ്മുടെ DIY പ്രോജക്ട്സിനൊക്കെ PCB ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് Altium ആണ്. Altium വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള പ്രോജക്ട്സ് ആണെങ്കിലും കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള PCB ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ട്രയൽ വേർഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ആവശ്യമുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ PCB എല്ലാം ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്ന സൈറ്റാണ് PCB Way. നമ്മൾ PCB ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഗർഭ ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരൊരു 1-2 ആഴ്ചയ്ക്കകം നമ്മുടെ PCB മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ കയറി നോക്കുക. ഇപ്പോൾ നമ്മുടെ റോബോട്ടിൻ്റെ ബോഡി റെഡി ആയിട്ടുണ്ട്, അതുപോലെ കമ്പോണൻസ് റെഡി ആയിട്ടുണ്ട്, സർക്യൂട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ ജോലി എന്ന് പറയുന്നത് കോഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പോകാം.
നമ്മൾ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഓർഡിനോയെ പ്രോഗ്രാം ചെയ്യുന്നത് ഓർഡിനോ IDE വെച്ചിട്ടാണ്. ആദ്യം നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഓർഡിനോ IDEയുടെ ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഓർഡിനോയുടെ സൈറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് HuskyLensന് വേണ്ടിയിട്ട് ഓർഡിനോയുടെ ഒരു ലൈബ്രറി ഉണ്ട്, അതും ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺലോഡ്സ് ഫോൾഡറിനകത്ത് ഇങ്ങനെ ഒരു ഫയൽ കാണുന്നതായിരിക്കും. ഇതിനെ നമുക്ക് വേറൊരു ഫോൾഡറിനകത്തോട്ട് മൂവ് ചെയ്യാവുന്നതാണ്. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്യുക. എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫോൾഡർ വരും. ഇനി ഈ ഒരു ഫോൾഡറിനകത്ത് ചെല്ലുമ്പോഴത്തേക്കും HuskyLens എന്ന് പറയുന്ന വേറൊരു ഫോൾഡർ കാണും. ഇതിനകത്താണ് നമ്മുടെ എല്ലാ ലൈബ്രറി ഫയൽസും ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു ഫോൾഡറിനെ കോപ്പി ചെയ്തിട്ട് ഓർഡിനോ IDE ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ലൊക്കേഷനിലേക്ക് പോവുക. അതിനകത്ത് ലൈബ്രറീസ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാവും. അതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട HuskyLens എന്ന് പറയുന്ന ആ ഒരു ഫോൾഡർ കോപ്പി ചെയ്യുക. ഇനി നമുക്ക് ഓർഡിനോ IDE സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓർഡിനോ IDE സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഫയലിനകത്ത് പോയിട്ട് എക്സാമ്പിൾസിനകത്ത് പോയി HuskyLensൽ പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ലൈബ്രറിക്കകത്തുള്ള എല്ലാ എക്സാമ്പിൾ ഫയൽസും കാണും. അതിനകത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സോഫ്റ്റ്വെയർ സീരിയൽ കണക്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടല്ലേ, പിൻ നമ്പർ 10ലും 11ലും. ഈ പിൻ നമ്പർ 10ലും 11ലുമാണ് നമ്മൾ HuskyLensൻ്റെ TX പിന്നും RX പിന്നും കണക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സോഫ്റ്റ്വെയർ സീരിയൽ എന്ന് പറയുന്ന ലൈബ്രറി വെച്ചിട്ട് ഒരു വിർച്വൽ സീരിയൽ ഇൻ്റർഫേസ് ഉണ്ടാക്കുകയാണ്. ഈ ഒരു കോഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റോബോട്ടിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് HuskyLensനെ Arduinoയിലോട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി. ഇനി നമുക്ക് കറക്റ്റായിട്ടുള്ള പോർട്ടും ബോർഡും സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കോഡ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ റോബോട്ടിന് വേണ്ടിയിട്ടുള്ള കോഡല്ല, HuskyLensൽ നിന്നും ഡേറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് മാത്രമാണ്. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ HuskyLensഉം Arduinoയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആണെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. നമ്മൾ എപ്പോഴും മെയിൻ പ്രോജക്റ്റിൻ്റെ കോഡ് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന മൊഡ്യൂൾസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ കോഡ് അപ്ലോഡ് ആയിട്ടുണ്ട്, നമുക്ക് സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യാം. ഇപ്പം നത്തിങ് ലേൺഡ് എന്നാണല്ലേ കാണിക്കുന്നത്. ഇനി നമുക്ക് HuskyLensൽ ഓരോ മോഡ് ഓൺ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് കളർ റെക്കഗ്നിഷൻ മോഡ് എടുത്തിട്ട് ഓറഞ്ച് കളറിനെ ലോക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ കുറേ ഡേറ്റ വരുന്നില്ലേ, എക്സ് സെൻറ്റർ, വൈ സെൻറ്റർ, വിഡ്ത്ത്, ഹൈറ്റ്, അതുപോലെ ID. ഇനി നമുക്ക് ഒബ്ജക്റ്റ് ട്രാക്കിംഗ് നോക്കാം. ഇപ്പോൾ ഞാൻ ഈ കാണുന്ന ബോളിനെയാണ് ലോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബോളിൻ്റെ എക്സ് സെൻറ്റർ, വൈ സെൻറ്റർ, വിഡ്ത്ത്, ഹൈറ്റ്, അതുപോലെ ID ആണ് കാണിക്കുന്നത്. അപ്പോൾ അത് സെറ്റാണ്. നമുക്കിനി ഈ ഒരു HuskyLensനെ റോബോട്ടിലേക്ക് മൗണ്ട് ചെയ്യാവുന്നതാണ്. ഈ HuskyLens വാങ്ങുമ്പോൾ തന്നെ പല ടൈപ്പ് റോബോട്ട് ചാസിലേക്ക് HuskyLensനെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള HuskyLensൻ്റെ മൗണ്ടും സ്റ്റാൻഡും അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളും എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ റോബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഈ HuskyLensനെ മൗണ്ട് ചെയ്യാം. ഈ HuskyLensനെ മൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രൂസ് അധികം ടൈറ്റ് ചെയ്യാതിരിക്കുക. നമുക്ക് കൈകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ ടൈറ്റ് ചെയ്യാവും. നമ്മൾ പ്രോപ്പറായിട്ട് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ്ഡ് റോബോട്ട് ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമ്മുടെ PCB അല്ലെങ്കിൽ ബ്രെഡ് ബോർഡ് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കോഡിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് നമ്മൾ നമ്മുടെ റോബോട്ടിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഫൈനൽ കോഡ്. അതുപോലെ ആദ്യമായിട്ട് Arduino അല്ലെങ്കിൽ റോബോട്ടിക്സ് പ്രോജക്ട്സ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു കോഡ് ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നാം. പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്ത ഹൗ ടു മേക്ക് എ സിമ്പിൾ റോബോട്ട് വീഡിയോ കാണുക. അതിനകത്ത് നമ്മൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ളൊരു Arduino റോബോട്ട് ഉണ്ടാക്കുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. സോ ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഒരു വീഡിയോ കണ്ടിട്ട് റോബോട്ടിക്സിൻ്റെ ബേസിക്സ് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആദ്യത്തെ 2 ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള 2 ലൈബ്രറി ഫയൽസിനെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒന്ന് HuskyLens.hഉം 2 സോഫ്റ്റ്വെയർ സീരിയൽ.hഉം. HuskyLensനെ Arduinoയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന 2 പിന്നാണ് പിൻ നമ്പർ 10ഉം 11ഉം. ഈ 2 പിന്ന് നമ്മൾ സോഫ്റ്റ്വെയർ സീരിയൽ പിൻസായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റപ്പ് ഫംഗ്ഷനിൽ നോക്കിയാൽ അറിയാം നമ്മൾ യൂസ് ചെയ്യുന്ന 2 സീരിയൽ ഇൻ്റർഫേസിനെയും ഇനിഷ്യേറ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ റോബോട്ടിനെ ഡ്രൈവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എല്ലാ പിന്നെയും ഔട്ട്പുട്ട് പിന്നായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ 2 പിന്നുണ്ട്, പിൻ നമ്പർ 5ഉം 6ഉം. ഇത് രണ്ടും PWM പിൻസാണ്. ഈ PWM പിൻസ് നമ്മൾ L293D മോട്ടോ ഡ്രൈവർ ICയുടെ എനേബിൾ പിൻസിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോബോട്ടിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്ത സോഫ്റ്റ്വെയർ സീരിയൽ കണക്ഷൻ എനേബിൾ ആയില്ലെങ്കിൽ കാണിക്കാനുള്ള എറർ മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ലൂപ്പ് ഫംഗ്ഷൻ. ലൂപ്പ് ഫംഗ്ഷനകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ 4 കണ്ടീഷനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്ന്, നമ്മുടെ Arduino HuskyLensലേക്ക് ഡേറ്റ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലുള്ള കണ്ടീഷനാണ് ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അതൊരു എറർ മെസ്സേജായിട്ട് സീരിയൽ മോണിറ്ററിൽ പ്രിൻ്റ് ആവും. അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് HuskyLens ഒന്നും ലേൺ ചെയ്തില്ല, ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്തില്ലെങ്കിൽ കാണിക്കാനുള്ള എറർ മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത്. മൂന്നാമതെന്ന് പറയുന്നത് HuskyLens അവൈലബിൾ അല്ല, അല്ലെങ്കിൽ അതിൽ നിന്നും ഡേറ്റ കിട്ടുന്നില്ലെങ്കിലുള്ള എറർ മെസ്സേജാണ് ഈ കാണുന്നത്.
നമ്മുടെ ഹസ്കി ലെൻസിൽ നിന്നും എല്ലാ ഡേറ്റയും കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ നാലാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നതാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ റോബോട്ടിനെ ഓടിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം വേറെയും രണ്ട് സംഭവങ്ങളുണ്ടല്ലേ. ഇതെന്താണെന്ന് വെച്ചാൽ ഈ റിസൾട്ടിനകത്താണ് നമ്മുടെ ഹസ്കി ലെൻസിൽ നിന്നും വരുന്ന എല്ലാ ഡേറ്റയും സ്റ്റോർ ആകുന്നത്. അതുപോലെ ഈ പ്രിൻറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വെച്ചിട്ടാണ് ആ ഒരു ഡേറ്റ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് സീരിയൽ മോണിറ്ററിലേക്ക്. ഈ പ്രിൻറ്റ് റിസൾട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വളരെ സിമ്പിളാണ്. നമ്മുടെ ഹസ്കി ലെൻസിൽ നിന്നും റീഡ് ചെയ്യുന്ന ഡേറ്റ സ്പ്ലിറ്റ് ചെയ്തിട്ട് സീരിയൽ മോണിറ്ററിൽ കാണിക്കുക എന്നുള്ള ഫംഗ്ഷൻ മാത്രമേ ഇതിനുള്ളൂ. പിന്നെയുള്ള നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ ഡ്രൈവ് ബോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഇതിനകത്ത് നമുക്ക് ഹസ്കി ലെൻസിൽ നിന്നും റീഡ് ചെയ്ത ഡേറ്റ റിസൾട്ട് എന്ന് പറയുന്ന ഡേറ്റ ഒരു പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഡ്രൈവ് ബോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമ്മുടെ ഹസ്കി ലെൻസിൻ്റെ എക്സ് സെൻറ്റർ വൈ സെൻറ്റർ വാല്യൂസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് 160, അതായത് എക്സിൻ്റെ വാല്യൂ 160യും വൈയുടെ വാല്യൂ 120യുമാണ്. ഇത് ലെഫ്റ്റിലോട്ട് പോകുന്തോറും 160യേക്കാൾ കുറഞ്ഞു വരും. അതുപോലെ റൈറ്റിലോട്ട് പോകുന്തോറും 160യേക്കാൾ കൂടി വരും. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. എക്സ് സെൻറ്ററിൻ്റെ വാല്യൂ 140യേക്കാൾ ചെറുതാണെങ്കിൽ ലെഫ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റൺ ആവണം. അതുപോലെ എക്സ് സെൻറ്ററിൻ്റെ വാല്യൂ 200നേക്കാൾ മുകളിലാണെങ്കിൽ റൈറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ റൺ ആവണം. ഇനി അതിൻ്റെ താഴെ നമ്മൾ വേറൊരു കണ്ടീഷൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു എക്സ് സെൻറ്ററിൻ്റെ വാല്യൂ 140ക്കും 200നും ഇടയ്ക്കാണ്. മാത്രമല്ല ഇതിൻ്റെ വിഡ്ത്ത് അല്ലെങ്കിൽ സൈസ് 20യേക്കാൾ ചെറുതാണെങ്കിൽ ഈ റോബോട്ട് ഫോർവേഡ് പോകണം. അതുപോലെ തന്നെ 20യേക്കാൾ വലുതാണെങ്കിൽ ഈ റോബോട്ട് സ്റ്റോപ്പ് ആവണം. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു റോബോട്ടിനെ ബാക്കിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ കൂടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ ഈ ഒരു എക്സാമ്പിളിൽ കൊടുത്തിട്ടില്ല. ഇനി ഇതിൻ്റെ താഴേക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്ത സ്റ്റോപ്പ്, റൈറ്റ്, ലെഫ്റ്റ്, ഫോർവേഡ്, ബാക്ക്വേഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ L29 3D മോട്ടോ ഡ്രൈവർ ICയിലേക്ക് Arduino വഴി സിഗ്നൽ അയക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ കാണാൻ മറക്കണ്ട. ഇനി നിങ്ങൾക്ക് ഈ കോഡ് സേവ് ചെയ്ത് പോർട്ടും ബോർഡും സെലക്ട് ചെയ്ത് കോഡ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ റോബോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു ടേബിൾ ടോപ്പിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ ഈ ഹസ്കി ലെൻസിൻ്റെ മുന്നേ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ എങ്ങോട്ട് വേണമെങ്കിലും നീക്കാവുന്നതാണ്. ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഹസ്കി ലെൻസ് അതിനെ ട്രാക്ക് ചെയ്യുകയും Arduino ഉപയോഗിച്ചിട്ട് നമ്മളെ റോബോട്ടിനെ ഡ്രൈവ് ചെയ്തിട്ട് ആ ഒരു ഒബ്ജക്റ്റിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. കമ്പോണൻസ് എല്ലാം ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വെറും അരമണിക്കൂർ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് ട്രാക്കിംഗ് റോബോട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.